to the first episode of Popcorn Talks with Shilpa Bala. എന്താണ് ശില്പ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്നല്ലേ? ഇൻസ്റ്റയിൽ എന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഈ പരിപാടിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ ഇല്ലാത്തവർ, യൂട്യൂബിൽ മാത്രം എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയാം, സിനിമയോടുള്ള എൻ്റെ ഏറ്റവും വലിയ പാഷൻ, ഇഷ്ടം, പ്രണയം, എന്ത് വേണമെങ്കിലും പറയാം. അത് ഏതെങ്കിലും ഒരു ഫോമിൽ നമുക്ക് നമ്മുടെ ഒരു സ്പേസിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് ഡിസ്കഷൻ നടത്തി നമുക്ക് നല്ലൊരു കോൺവെർസേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു അത് സൂപ്പർ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മലയാളം ചെയ്യണോ, ഇംഗ്ലീഷ് ചെയ്യണോ, ഡ്രാമ വേണോ, എന്താ പറയുക, നമ്മുടെ ക്രൈം ത്രില്ലേഴ്സ് വേണോ, കിഡ്സിൻ്റെ വേണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും വളരെ മിക്സ്ഡ് ആയിട്ട്, വളരെ ആക്റ്റീവായിട്ട് തന്നെ എല്ലാവരും റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ളതായിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡിസ്കഷനിലോട്ട് പോകും. ശരിക്കും നമ്മൾ ചില്ലിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടു ദ ഫസ്റ്റ് എപ്പിസോഡ്. ഫസ്റ്റ് എപ്പിസോഡിൽ എന്ത് പടം എടുക്കണം എന്ന് നോക്കിയപ്പോൾ ഇന്നലെ ഒരു പോൾ ഇട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഈ അടുത്ത് കണ്ടത് വേണോ, അതോ ഇംഗ്ലീഷിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമ അല്ലെങ്കിൽ സീരീസ് അല്ലെങ്കിൽ മൂവി വേണോ, അല്ലെങ്കിൽ കുട്ടികളുടെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വലിയ പെർസെൻറ്റേജ് പറഞ്ഞത് ഈ അടുത്ത് കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ പറയാനാണ്. ഞാൻ പിക്ക് ചെയ്ത സിനിമ ഇസ് ഫെമിനിച്ചി ഫാത്തിമ. ഈ പടത്തിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് തന്നെ ഈ പടത്തിൻ്റെ നായികയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതിന് ശേഷമാണ്. എനിക്കതിൽ വളരെ വിഷമമുണ്ട്. അതിന് മുമ്പ് വരെ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചപ്പം. അപ്പോൾ ഷഹ്ല ഹംസ എന്ന് പറയുന്ന ഒരു ഫാന്റാസ്റ്റിക് ആക്ട്രസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പടത്തിനെ കുറിച്ച് അറിയുന്നതും ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് OTTയിൽ മനോരമ മാക്സിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഐ ഡോണ്ട് നോ ഇഫ് അതർ പ്ലാറ്റ്ഫോംസിലും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുമോ എന്ന്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. 1.5 മണിക്കൂർ മാത്രമേ ഈ സിനിമയുള്ളൂ. ആ 1.5 മണിക്കൂർ നമ്മളൊരു സിനിമ അല്ല, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു നെയ്ബർഹുഡ് ഉള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് അത്രയും റിയലിസ്റ്റിക് ആൻഡ് നാച്ചുറൽ ആണ്. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്തിപ്പുറത്ത് നോക്കിയാൽ എന്താ സംഭവിക്കണേ, അതാണ് ആ സിനിമയിൽ 1.5 മണിക്കൂർ മുഴുവനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ പൊളിറ്റിക്കൽ ഡിസ്കഷന് സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വെൻ ഇറ്റ് കംസ് ടു റിലീജിയസ് ബിലീഫ്സ്, പെർസ്പെക്റ്റീവ്സ്, പെട്രിയാർക്കി തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും നമുക്കിവിടെ എടുക്കണ്ട. ഫെമിനിച്ചി ഫാത്തിമ എന്ന പേര് കേട്ടിട്ട് ഇതൊരു ഭീകരമായ ഫെമിനിസ്റ്റ് പടമാണ്, ഇതിൽ ഭയങ്കരമായിട്ട് പെട്രിയോട്ടിസത്തിനെ എതിർത്ത് സംസാരിക്കുന്ന, അതൊന്നുമല്ല ഈ പടം. ശരിക്കും ഫാത്തിമ ഫെമിനിസ്റ്റിയാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടവർ വേണം തീരുമാനിക്കാൻ. സോ ഇതിൽ കുമാർ സുനിൽ എന്ന് പറയുന്ന ഉസ്താദിന്റെ ക്യാരക്ടർ ചെയ്യുന്ന, അതായത് ഫാത്തിമയുടെ ഭർത്താവിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആക്ടർ, കിഡിലൻ വർക്കാണ് പുള്ളി ചെയ്തേക്കുന്നത്. ശരിക്കും നമുക്ക് തോന്നിപ്പോവും പുള്ളി ശരിക്കും ഒരു ഉസ്താദാണെന്നും ഫാത്തിമയുടെ ഭർത്താവാണെന്നും ആ 3 പിള്ളേരുടെ അച്ഛനാണെന്നും നമ്മൾ വളരെ ബിലീവ് ചെയ്യുന്ന സിനാരിയോ ആണ്. ആ 3 മക്കൾക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും ആ ഉണ്ടായിരുന്ന ചെറിയ സമയങ്ങളുണ്ട്. അതായത് അവർക്ക് അവരുടെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ആ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആ മക്കൾ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ പിള്ളേരല്ലേ. പക്ഷെ ആ അമ്മേനോട് ചെറുതായിട്ട് അമ്മ വിചാരിക്കാത്ത സമയത്ത് അമ്മ ഉണ്ടാക്കിയ ഒരു ഭക്ഷണത്തെക്കുറിച്ച് മോള് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതൊക്കെ മതി ആ സിനിമയിൽ നമുക്ക് ആ പിള്ളേർക്ക് അമ്മയോട് സ്നേഹമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ തെറ്റോ ശരിയോ എന്നുള്ള ഒരു കാര്യത്തിനെക്കാട്ടും കൂടുതൽ വാട്ട് ഹാസ് ഷീ ഡൺ, അതായത് ഒരു മാട്രസ് എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശരിക്കും നമ്മൾ ഉറക്കം എത്രത്തോളം നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഉറക്കം വേണം നന്നായി ഫങ്ഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ എല്ലാവരും അത് എന്താ പറയുക, അത് എഗ്രി ചെയ്യണമെന്നില്ല. ഉറക്കം അതൊരു വിഷയമല്ല, കാര്യങ്ങൾ നടന്നു പോകണം എന്ന് ആലോചിക്കുന്ന ഒരു ഭൂരിപക്ഷം ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം. അതായത് ഫാത്തിമയ്ക്ക് പോലും എനിക്ക് എൻ്റെ ഉറക്കം ശരിയായാലേ എനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് പോണത്. പക്ഷെ എന്ന് കരുതി ഫാത്തിമ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെടുത്തും അത് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവോ ഒന്നും ചെയ്യുന്നില്ല. ആൾക്ക് മാക്സിമം ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് ആ മെത്ത ഒന്ന് മാറ്റി കിട്ടാനും. അത് അടുത്തുള്ള വീട്ടിൽ നിന്ന് വേറെ ഒരു മെത്തേഡ്, ഇപ്പം ഞാൻ സിനിമയുടെ കഥ പറഞ്ഞിട്ട് അതിനെ കുളമാക്കുന്നില്ല, പക്ഷെ ഒരു ബേസിക് ഐഡിയ ഞാൻ തരികയാണ്. ആ ഒരു മിനിമം നീഡ് ഫാത്തിമക്ക് കിട്ടും വരെ ഫാത്തിമ പ്രവർത്തിക്കും. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഫാത്തിമ പ്രവർത്തിക്കുക. ഫാത്തിമക്ക് പറ്റുന്ന രീതിയിൽ, ഫാത്തിമയുടെ ഭർത്താവായ ആ ഉസ്താദിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ, മക്കളുടെ കാര്യങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ എങ്ങനെയാണ് ഫാത്തിമക്ക് അത് കിട്ടുന്നത്. അതിലൊരു സീനുണ്ട്, അത് സിനിമയുടെ പകുതി എത്തുമ്പോഴാണ് അത് വരുന്നത്. ഒരു മെത്ത കിട്ടി ആ ഫാത്തിമ ഒന്ന് നടു നിവർത്തിയിട്ടൊന്ന് കിടക്കും.
എന്നിട്ട് ആകെ ഒരു 10 സെക്കൻഡേ ഉള്ളൂ അത്. ഫാത്തിമ കൈയും മേലെ വെച്ചിട്ട് ഒരു കിടത്തങ്ങ് കിടത്തുമ്പം നമ്മൾക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. കാരണം നമ്മൾ അതുവരെ ആഗ്രഹിക്കും ഒരു മിനിറ്റ് ഫാത്തിമേനൊന്ന് ഇരുത്താൻ പറ്റുമോയെന്ന്. അതാണ് ഫാത്തിമേൻ്റെ റുട്ടീനായിട്ട് മുഴുനീളം ആ പടമുള്ളത്. ശരിക്കും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ് സ്റ്റോറി ആണെങ്കിൽ പോലും അത് വളരെ സ്ട്രോങ് മൂവിയാണ്. ഇവിടെ ഇച്ചിരി സെറ്റയർ ഇതൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ട് എന്നാൽ ആരെയും എവിടെയും കൊള്ളാത്ത രീതിയിൽ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു പടം. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഫാസിൽ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണ്. ആൻഡ് ഹീസ് റിട്ടൺ ദ മൂവി, ഡിറക്റ്റഡ്, അതേസമയം പ്രൊഡ്യൂസേഴ്സിൽ ഒരാളും കൂടിയാണ് പുള്ളി. അപ്പോൾ എന്തായാലും ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഇസ് വൺ ഓഫ് മൈ ഫസ്റ്റ് റെക്കമെൻഡേഷൻസ് ഇൻ മലയാളം. ഞാൻ കണ്ട ലേറ്റസ്റ്റ് മൂവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയിൽ ഒന്നാണ് ഫെമിനിച്ചി ഫാത്തിമ. സോ മനോരമ മാക്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ഡിസ്കഷൻസ് ഒക്കെ ആയാലോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്തായിരുന്നു, എങ്ങനെ ആയിരുന്നിരിക്കണം ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് നിങ്ങൾക്കൊരു ചെറിയ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് അതും അങ്ങോട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഓഫ് പോപ്കോൺ ടോക്സ് വിത്ത് ശില്പ പുതിയൊരു സിനിമയുമായി പുതിയൊരു സീരീസുമായി കാണാം.